ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ഫുള്ളായിട്ട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാനിന്ന് പഠനത്തിന് പോവുക. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം കണ്ട്, എന്താ അറിയോ, പിന്നെ ബെഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് പഠിപ്പിക്കുന്നുണ്ട് നാളെ എന്നും പറഞ്ഞിട്ട്. അപ്പം 650 രൂപ വേണോ, അതിന് താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ നമ്പർ അതിലിട്ടിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പ്. ആ പറഞ്ഞ ആൾ നമ്പർ ഇട്ടിരുന്നു. ഞാൻ നമ്പറിൽ വിളിച്ച് വെക്കുമ്പോൾ ബത്തേരി ഉണ്ട്, കൽപ്പറ്റയുണ്ട്. നാളെയാണെങ്കിൽ ബത്തേരിയാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടോ ഭയങ്കര ഇഷ്ടമായി. എന്താ പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ ബോഗൺവില്ലല്ലേ, കടലാസ് പൂവ്, ഓരോ വീട്ടിലും കാണും. ഒരു ചട്ടിയിൽ ഒരു കടലാസ് പൂവിൻ്റെ ചെടിയിൽ പലതരം കളറുള്ള പൂക്കളിങ്ങനെ ഭംഗിയിൽ എനിക്ക് അതിശയപ്പെടും. എന്തെന്ന സംഭവം, ഇങ്ങനെ പൂക്കൾ ഒരു ചെടിയിലാണ് ഇത്തരം. അങ്ങനെ പറഞ്ഞിട്ട് ഞാനത് ഗ്രാഫ്റ്റിംഗ് ആണ്, ലെയറിംഗ് ഒക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഞാൻ ഈ പരസ്യം കണ്ടല്ലോ, അപ്പം ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ ഇന്ന് പഠിക്കാൻ പോകുക, ഒരു വിദ്യാർത്ഥിയായിട്ട്. അങ്ങനെ ബത്തേരിയിലാണ് ഞാൻ തിരഞ്ഞെടുത്ത്. ഞാൻ ബത്തേരിയിലേക്ക് പോവുകയാണ്. പിന്നെ 9 മണിക്കാണ് ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോവട്ടെ കേട്ടോ, ഒരുങ്ങിയാ പോവാൻ. അങ്ങനെ ബത്തേരിയിലേക്ക് പോകുന്നത് ബസ്സിന് പോകണം. ബസ്സിൻ്റെ അടുത്തേക്ക് എനിക്ക് 1 കിലോമീറ്റർ ഇല്ല, അതിനത്ര നടക്കാണ്ട്. നടന്ന് പോയിട്ടും ബസ് കയറി പോയിട്ടൊക്കെ എല്ലാം എന്നോട് മറന്ന പോലെ കേട്ടോ. സ്കൂൾ പോകുന്ന എന്തൊരു ഉഷാറിലായിരുന്നു. അത് കഴിഞ്ഞൊക്കെ മൂലയിലായിപ്പോയി. ഇത് കേട്ട് വെക്കും ഞാൻ. ഇന്നലെ രാത്രിയെ എനിക്ക് ഉറക്കം വരുന്നില്ല. നാളെ ഇപ്പം പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഞാൻ എല്ലാം കാണിച്ചു തരാം. അവിടെ പോയിട്ട് എല്ലാ കഥകളും ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് തരും കേട്ടോ. എന്നായിക്കോട്ടെ. അങ്ങനെ ബസ് കയറിയിട്ട് ബത്തേരിക്ക് എനിക്ക് അങ്ങനെ പരിചയമില്ല. ബസ് കയറി അവിടെ എത്തി. YMCA ഹാളിൽ എത്താൻ കുറച്ച് പാടുപെട്ടു. ഓട്ടോ ഒക്കെ വിളിച്ചു. അവിടെ എത്തുമ്പോഴേക്കും ക്ലാസ് തുടങ്ങിയിരുന്നു. അങ്ങനെ ക്ലാസ് എടുക്കുകയാണ്, സാറ് ക്ലാസ് എടുക്കുക. നമുക്ക് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ശ്രദ്ധിച്ച് എന്തെല്ലാം പറഞ്ഞു തന്നത് ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. ബെഡ് ചെയ്യുന്നതും ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ലെയർ ചെയ്യുന്നതും എല്ലാം കാണിച്ചു തന്നു. ഇപ്പൊക്കെ ശരിക്കും നന്നായിട്ട് എൻ്റെ തലയിൽ കയറിയിട്ടുണ്ട്. ഇനി ഓരോന്ന് ചെയ്ത് നോക്കണം. എല്ലാ സംഭവങ്ങളും ക്ലിയറായിട്ട് സാറ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു കൃഷി തുടങ്ങുന്നുണ്ടെങ്കിൽ, ഒരു നഴ്സറി തുടങ്ങുന്നുണ്ടെങ്കിൽ, പൂന്തോട്ടം അവനവൻ്റെ മുറ്റത്തുള്ള ഗാർഡൻ തന്നെ നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു കോഴ്സിന് പങ്കെടുക്കണം കേട്ടോ. ഇതിലെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു ബോഗൺവില്ലയിൽ ഒരു ചെടിയിൽ തന്നെ പലതരം കളറിലുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായതൊക്കെ നമ്മൾ കാണില്ലേ, അതെല്ലാം പഠിച്ചു കേട്ടോ. ഇവിടെ വന്നിട്ട് എല്ലാവരും താല്പര്യമുള്ളവരായിരുന്നു. കുറേ പേര് നഴ്സറി തുടങ്ങിയവരാണ്, പിന്നെ എന്നെപ്പോലെ താല്പര്യമുള്ളവരുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ക്ലാസ്സെല്ലാം ശ്രദ്ധിച്ചു. ഗ്രാഫ്റ്റിങ്, സൈഡ് ഗ്രാഫ്റ്റിങ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചായ എത്തി. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. റെസ്റ്റ് ഇല്ലാണ്ട് ശരിക്കും ഒരു 1.5 മണിക്കൂർ ക്ലാസ് തന്നെ ആയിരുന്നു. ഞങ്ങൾക്കൊരു മടുപ്പും തോന്നിയില്ല. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണല്ലോ. കുരുമുളക് എങ്ങനെ ഉണ്ടാക്കുക, പിന്നെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു ചെടി എടുത്ത് ആ ചെടിയിൽ ചുണ്ടയിലൊക്കെ നന്നായിട്ടുണ്ടാവും പോലെ, ചുണ്ടയിൽ തക്കാളി, പച്ചമുളക്, വഴുതിനൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചുണ്ടാകുന്നതൊക്കെ പറയുമ്പോൾ നമുക്ക് കൊതിയാവുക. നമ്മളിങ്ങനെ നഴ്സറിയിൽ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എനിക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ അറിയാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങോട്ട് ബസ് കയറി പോയത്. ഇപ്പം റിട്ടയർഡ് ആയത് ഞാനങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്തേക്കൊന്നും പോക്കില്ല. പോവുകയാണെങ്കിൽ തന്നെ മക്കളുടെ കൂടെയോ അല്ലെ ഹസ്ബൻഡിൻ്റെ കൂടെയോ കാറിലാണ് പോവുക. ഇത് ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ബത്തേരി ബസ് ഇറങ്ങി ഓട്ടോ വിളിച്ച് YMCA ഹാളിൽ എല്ലാം കഴിഞ്ഞു. നന്ദി പറയാം.
അങ്ങനെ ഞാൻ തിരിച്ചെത്തിയിട്ടോ. എന്തൊക്കെയാ പഠിച്ചത്. നമ്മളത് അവിടെ പോയിട്ട് പഠിച്ചത്, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം ഞാൻ പഠിച്ചു. ഇന്ന് ഞാൻ പഠിച്ചത് ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. നവീനി, ഞാൻ കാണിച്ചു തരാം. ഞാൻ വീട്ടിൽ കയറട്ടെ. ഡ്രസ്സ് മാറുന്നില്ല, കുറച്ച് പണികളുണ്ട്. ഇതാണ് എൻ്റെ ബോഗൺവില്ല നോക്ക്, കണ്ടോ? പലതരം ചോപ്പുണ്ട്, റോസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ബോഗൺവില്ലയിൽ ഞാൻ ഇന്ന് പഠിച്ചത് ചൂടോടൊന്ന് ചെയ്ത് നോക്കുക. ലെയറിങ്ങിന് വേണ്ടി നമുക്ക് പെൻസിലിൻ്റെ വണ്ണുള്ള ഒരു കമ്പുമല ഞാൻ ചെയ്യുന്നത്. വെട്ടിയടിക്കൊന്നും വേണ്ട, അതിന്മേൽ തന്നെ അങ്ങ് ചെയ്യുക. എൻ്റെ ഇഷ്ടം പോലെ കമ്പുണ്ട്, നല്ല ഉണ്ട്. ഏത് പെൻസിലിൻ്റെ കമ്പ് തിരഞ്ഞെടുക്കട്ടെ. ഇതൊക്കെ ഇതും പറ്റും. ഏതായാലും ലെയറിങ് ഞാൻ ചെയ്യാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ, നിങ്ങൾക്കും ചെയ്യുക. കാരണം ഇത് ചെയ്യാൻ പറ്റിയ മാസം ജൂൺ മാസമാണോ അല്ലേ? അത് കേട്ടൊക്കെ എനിക്ക് ഇതുപോലൊക്കെ കുറേ എണ്ണത്തിന് ചെയ്യാൻ തോന്നുക. ഇപ്പം ജൂൺ മാസത്തിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടിട്ട്. ഇഷ്ടം പോലെ ബോഗൺവില്ല തൈ നമുക്ക് കിട്ടും. നമ്മൾ മണ്ണ് കൊണ്ടുപോയി നടിയൊന്നും വേണ്ട, ഇപ്പം തൈക്കൊന്നു. അപ്പോൾ നമുക്ക് ലെയറിങ്ങിന് എന്തൊക്കെ വേണമെന്നറിയോ? ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വേണം, നേരിയത്. ഉള്ളിലൂടെ നമ്മൾക്ക് നോക്കിയാൽ കാണണം, അതിൻ്റെ ഉള്ളിൽ വേര് വരുന്നതൊക്കെ കാണുന്ന സൈസായിരിക്കണം. അങ്ങനത്തെ പ്ലാസ്റ്റിക് ഇത്. പിന്നെ വേണ്ടത് ചകിരിച്ചോറ് ഇന്ന് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച് തന്നത് തന്നെ സാറോട് ഞാൻ വാങ്ങിയത്. അവിടെ എനിക്ക് ചകിരിച്ചോറ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയത്. എനിക്ക് ആക്രാന്തം എന്നൊക്കെ പറയില്ലേ, വന്നപാടെ ചെതു വെക്കണം എന്നുള്ളത്, അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ കുറച്ച് ചാണകപ്പൊടി, കുറച്ച് മതി. ഒന്നിലും പിന്നെ കഷ്ണങ്ങൾ വേണ്ട, ഒക്കെ പൊടിയായിരിക്കണം. സാറ് പഠിപ്പിച്ച് തന്ന പോലെ പറഞ്ഞില്ല ഞാൻ ഇട്ടോ. ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചിരുന്നത്. കഷ്ണം ഇങ്ങോട്ട് എടുത്ത് കളിയാം. പിന്നെ വേണ്ടത് കുറച്ച് മണ്ണ്. എല്ലാം കൂടെ ഒന്ന് വേസ്റ്റാക്കട്ടെ. ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ്. പിന്നെ ഇനി ഒന്നും കൂടെ വേണം. അതെന്താണെന്നറിയോ? അലോവേര, കറ്റാർവാഴ നമ്മൾ ചെടി നടുന്നവരാണെങ്കിലുണ്ടല്ലോ, നമുക്ക് കറ്റാർവാഴ ഒന്ന് നമുക്ക് വേണം കേട്ടോ. അത് ഒരു തുള്ളി വെള്ളം എന്ന് പറയുമല്ലോ, ഇത്ര മതി, ഒന്ന് നനവിന്. പിന്നെ നമ്മൾ നനക്കുന്നില്ല. ഇപ്പം ലെയറിങ് പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുന്നു. ഓരോരോ ഘട്ടം ഞാൻ കാണിച്ചു തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, കത്തി നല്ലോണം കഴുകി വൃത്തിയാക്കട്ടെ. അത് കത്തിയും കയ്യും ക്ലീനായിരിക്കണം എന്നാ. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, കാരണം നമുക്ക് വേര് പിടിക്കുന്ന നമുക്ക് കാണാമല്ലോ, അതുകൊണ്ടാണ്. ഞാൻ കുറച്ച് അതിന് വേണ്ടിയുള്ള കൂട്ടുകളൊക്കെ എടുത്തിട്ടോ. ഇത്ര മതി. നല്ലോണം കെട്ടട്ടത്. ഇത്രേ വേണ്ടു. കാരണം നമ്മളെ ബോഗൺവില്ലിൻ്റെ കമ്പ് പെൻസിലിൻ്റെ ആ വണ്ണത്തിനുള്ള കമ്പാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് മൂടാൻ ഇത് ധാരാളം. ഇനി അതൊന്ന് കെട്ടട്ടെ കേട്ടോ. എല്ലാ സംഭവങ്ങളും അവനവൻ്റെ കയ്യിലുണ്ടെങ്കിൽ കിഴി കെട്ടൂരേ, അതുപോലെ ഞാനങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ട് പഠിച്ച് കഴിഞ്ഞ് വന്നാൽ എനിക്ക് പിന്നെ അത് ചെയ്തിട്ട് എന്തായി എന്നുള്ള അറിയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ കത്രിക എടുത്തൊന്ന് കട്ട് ചെയ്യട്ടെ. ഇത് നമ്മൾ കിഴി കെട്ടും പോലെ തന്നെ ഇങ്ങനെ കെട്ടി വെച്ചത്, അതൊന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കും. ഇനി നമുക്ക് അത് കണ്ട് കഴിഞ്ഞ് അതെല്ലാം റെഡിയായിട്ട് കമ്പെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതിനടുത്ത് വെക്കുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ഇതിൻ്റെ ഒന്നിങ്ങോട്ട് നെറുകെ ഇങ്ങനെ ചീന്തു. ഇപ്പം ഞാൻ അതിൻ്റെ എടുക്കട്ടെ കേട്ടോ. ഇതാ ഞാൻ ഈ റോസ് പൂ കണ്ടില്ലേ, അതിൻ്റെ കമ്പ എടുത്തത്. പൂവൊക്കെ ഉണ്ടായി, മൂപ്പത്തിയൊക്കെ കഴിഞ്ഞിന്. മൂപ്പ് എന്ന് പറഞ്ഞാൽ അധികത്തില്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ വണ്ണം മതി. കണ്ടോ? ഇത് നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഫസ്റ്റിൽ ചെയ്യേണ്ടത് ഒന്ന് ഇങ്ങനെ ഒരു വര ഇടുക.
ഒരു റൗണ്ട് അതിൻ്റെ തടിക്ക് കേട് വരാത്ത രീതിയിൽ ഇതാ ഇവിടെ ചുറ്റും തൊലി കളയണം. എന്നാലോ ഉള്ളോട്ട് കയറിയും വേണ്ട. അടുത്തുനിന്ന് കണ്ടോളി. ഇതാ അടുത്ത് 2 വരട്ട് കണ്ടാൽ ഇത് കണ്ട് നാളെ തന്നെ ചെയ്യട്ടോ. അതാ തൊലി ഇങ്ങോട്ട് കളയുമ്പേ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് കളയണം ചുറ്റും. അവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് ഒരാൾ പറഞ്ഞത് ശരിയായില്ല നോക്കുമ്പോൾ ഫുള്ള് കളഞ്ഞില്ല, ചുറ്റും കളഞ്ഞില്ല. ഒരു താമസം എടുത്തോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ പഠിക്കാമല്ലോ. നിങ്ങളിപ്പോൾ ബത്തേരി ഒന്നും പോയി പഠിച്ചില്ല, എൻ്റെ ഇത് പഠിച്ചാൽ മതി. എന്താ എൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഒരേ കനമായിരിക്കണത്. അങ്ങനെ റൗണ്ടിൽ ഇവിടെ വൃത്തിയായി കഴിഞ്ഞു. ഇതെല്ലാം പോക്കി കഴിഞ്ഞു. ഇനിയാണ് അടുത്ത പരിപാടി. ഇത് ലെയറിങ് ആട്ടോ. ലെയറിങ്ങിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അലോവേരൻ്റെത് തേക്കുക. അലോവേരൻ്റെ തേച്ച് നല്ല ഉഷാറാക്കിന്. ഇപ്പം ഇത് പശ തേക്കൂര ഓരോന്നിനും ഒട്ടിപ്പിടിക്കാൻ അതുപോലെ ആക്കിന്. എന്താ അലോവേരൻ്റെ ജെല്ലി കണ്ടോ, അവിടെ തേച്ചേ കണ്ടോ, അവിടെ തൊലി കളഞ്ഞേ കണ്ടോ, ഇങ്ങനെ ആക്കി തൊലിയാണ്. ഇനിയാണ് നമ്മൾ തുണി കെട്ടാൻ പോകുന്നത്. ഇതിൻ്റെ നീളപ്പങ്ങൾ കണ്ടല്ലോ, അത്രന്നെ നീളമുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് കിട്ടാൻ കേട്ടോ. കട്ടിവണ്ടി ഇതാ, അതൊക്കെ മുന്നിട്ടുള്ള കട്ടിവാണ് കേട്ടോ. അതിന് ഞാൻ കെട്ടട്ടെ. ഞാൻ വെക്കാൻ പോകുന്നു കേട്ടോ. കെട്ടി ചുള്ളിലോട്ട് പോയി, മൊത്തം ഉള്ളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഒന്ന് കയറുകൊണ്ട് കെട്ടട്ടെ. കണ്ടില്ലേ, ഞാൻ അങ്ങനെ പിടിച്ച് കെട്ടുക. ഞാൻ എന്താ മൊത്തം ഉള്ളിൽ പോയി റെഡിയായി. ഇതാ കയറുകൊണ്ട് മൊത്തം അങ്ങോട്ട് ചുറ്റി കെട്ടിയിട്ടു. അത് പ്ലാസ്റ്റിക് കവർ നല്ല ഫിറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ ഭാഗം ഫുള്ള് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതെന്നറിയോ, ചകിരിച്ചോറുമല്ലോ. ഇനി ഞാനിത് മൊത്തത്തിലൊന്നിങ്ങനെ കെട്ടട്ടെ, വെള്ളം ഇറങ്ങാണ്ടെക്കാൻ. കുറച്ച് നേരിയ വെള്ളത്തിനുള്ളിലൂടെ പോകാൻ പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കെട്ടട്ടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുക. ഇതിന്മേൽ തന്നെ വേറെ ഇവിടെ ചെയ്യുക, പിന്നെ താഴെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് 3 തൈ കിട്ടും. അപ്പോൾ പിന്നെ ഇത് ബോഗൺവില്ലയാണ്. തൈ പിന്നെ വേര് പിടിക്കാൻ ചിലപ്പോൾ 1 മാസമൊക്കെ പിടിച്ചിന്ന് വരും കേട്ടോ. അതുവരെ ഇൻഷാല്ലാ നമുക്ക് കാത്തു നിൽക്കാം. അപ്പോൾ ഞാനിതൊന്ന് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടട്ടെ. ജൂൺ മാസമാണ്, മഴക്കാലമാണ്, നനച്ചു കൊടുക്കണ്ട, അതൊരു ഗുണമുണ്ട് കേട്ടോ. ഇതാ നല്ലോണം പ്ലാസ്റ്റിക്കിൻ്റെ കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളൊന്നും പേടിക്കണ്ട. ഇനി അപ്പോൾ എൻ്റെ ലെയറിങ് കണ്ടല്ലോ, നിസ്സാരം കേട്ടോ. അത് പ്രയാസമൊന്നുമില്ല പഠിച്ചു വെക്കുമ്പോൾ. ഞാൻ പഠിച്ചത് തന്നെ നിങ്ങളെ കാണിച്ചും ചെയ്ത്. ഒന്നിനാണ് അത് ചെയ്തത്. ഇനി അത് റോസ. ഇത് കട്ട ചോപ്പിൽ ഇതാ ഈ തണ്ടുമൽ മതി. ഈ തണ്ടുമൽ നാളെ ഞാൻ ചെയ്യും. സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പ്ലാസ്റ്റിക്കും എല്ലാം തയ്യാറ്. അപ്പോൾ ഇത് എല്ലാം കൂടി നിങ്ങളെ കാണിക്കുമ്പോൾ നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം കാണിച്ചത്. നോക്ക്, എൻ്റെ ബോഗൺവില്ല ചോപ്പ്, റോസ്, ഓറഞ്ച്. പുറത്ത് നിങ്ങൾ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇനി ഞാൻ ബെഡിങ്ങൊക്കെ ഉണ്ട്, ഞങ്ങളെ കാണിക്കും. ഗ്രാഫ്റ്റിങ്ങും ബെഡിങ്ങും എന്തൊരു സൂപ്പറാന്ന് അറിയോ. ആ പഠിച്ചത് ഞങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ അവിടെ ക്ലാസ്സിൽ സാറ് എന്താക്കിയെന്നറിയോ, കുറ്റി കുരുമുളക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വിശദമായിട്ട് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഈ കുറ്റി കുരുമുളക് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പിന്നെ നമ്മളെ ഇങ്ങനെ നീണ്ടുപോയ വള്ളിയിലെ വലുതായ മരത്തുമ്മൽ അതിൽ കട്ട് ചെയ്ത് ഇങ്ങനെ പോട്ടിൽ നട്ടാൽ കുറ്റിക്കുരുമുളക് ആവുന്നതാണ് ഞാൻ ധരിച്ചിരുന്നത്. അങ്ങനല്ല. ഈ തിപ്പല്ലി എന്ന് പറഞ്ഞ ചെടിയില്ലേ, ആ ചെടിയിൽ
ഡ്രാഫ്റ്റ് ചെയ്താലാണ് കുറ്റി കുരുമുളക് ഉണ്ടാവുന്നത്. അപ്പം അത് പഠിപ്പിക്കാൻ കൊണ്ടുവന്ന കമ്പ് ഇങ്ങനെ വെട്ടി വെട്ടി പീസാക്കി. എൻ്റെ അടുത്ത് അതില്ലായിരുന്നു. എനിക്കാണെങ്കിൽ കുറ്റി കുരുമുളക് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പം ഞാൻ ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്ന. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചെടി ഉണ്ടാക്കട്ടെ, എന്നിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നല്ലൊരു ചെടിയാവട്ടെ, തിപ്പല്ലി. ഇത് എൻ്റെ ആങ്ങളുടെ അടുത്തുണ്ട് നാട്ടിലൊക്കെ പോകണ്ടപ്പോൾ. അപ്പോൾ 3 ചെടി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. ഇത് ഉണ്ടാവുന്ന സാറ് പറഞ്ഞത്. ഇത് വെള്ളം കിട്ടി അപ്പം തന്നെ അങ്ങ് ഉണ്ടാവും. അങ്ങനെ 2 ചെടിയിൽ തിപ്പല്ലിയും നട്ടു. ഈ ആളായി വന്ന് ഇതിൽ ഞാൻ കുറ്റി കുരുമുളക് ആക്കുന്നതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ കേട്ടോ. ഇത് വേര് പിടിക്കുന്നു ഞാൻ കാണിക്കൂ. ഇനി എനിക്ക് കുറേ ലെയറിങ് ചെയ്യാനുണ്ട്, ഡ്രാഫ്റ്റിങ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ പോയത് എനിക്ക് വേസ്റ്റായില്ല കേട്ടോ. എത്രയോ ഉപകാരപ്രദമാണ്. കാരണം നമ്മൾ ചെടിയെ സ്നേഹിക്കുന്ന ചെടി ഭ്രാന്തന്മാരാണെങ്കിൽ ആ കോഴ്സിൽ പോയിരിക്കണം. 9 തൊട്ടിട്ട് 1:30 വരെയായിരുന്നു കോഴ്സ്. 1:30 കഴിഞ്ഞ് പിന്നെ നമ്മൾ ചർച്ചയൊക്കെ ചെയ്യല്ലോ. കഴിഞ്ഞിട്ട് എല്ലാം കൂടെ എല്ലാവരും വട്ടറിഞ്ഞിരുന്ന് കഥയും ഒക്കെ പറഞ്ഞ് എല്ലാം പരസ്പരം പരിചയപ്പെട്ട്. വയനാട് ജില്ലേൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് കുറച്ച് താമസിച്ച് ഇവിടെ എത്താൻ. അപ്പോൾ എത്തിക്കഴിഞ്ഞപാടെ ഞാൻ ഇതന്നെ എൻ്റെ മനസ്സിൽ കയറി വന്നത് എനിക്കൊന്നും ചെയ്യണം എന്നുള്ളത്. ബോഗൺവില്ല പ്രത്യേക രസമാണ് ചെടിത്തോട്ടത്തിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിലുണ്ടാകുന്ന ചെടിയില്ലേ ബോഗൺവില്ല, അങ്ങനെ പോട്ടിൽ നട്ടത്, അത് ചെയ്യാൻ നമുക്ക് പലതരം തൈ കിട്ടുമല്ലോ. അതാ ഇതിൻ്റെ ഗുണം. അപ്പം ഞാൻ ഈ കുറ്റി കുരുമുളക് ആവട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ വിദ്യാർത്ഥി ജീവിതം ഒരു ദിവസത്തേക്ക് അത് ഇന്ന് പോയി പഠിച്ചു, അതുപോലെ ചെയ്തു. എല്ലാവരും എന്നെ കളിയാക്കോ, ഇനിയാണ് പഠിക്കാൻ പോകുന്നത് ഈ വയസ്സാക്കാലത്ത്. എനിക്ക് പഠനത്തിന് വയസ്സൊരു പ്രശ്നമേ അല്ല, അത് വെറും നമ്പറാണ് കേട്ടോ. കാരണം നമുക്ക് പഠിക്കണം തോന്നുന്ന എന്തും നമുക്ക് പഠിക്കുക, ഇതൊന്നും അവസാനമില്ല പഠനത്തിന്. അപ്പം ഒന്ന് പോയി പഠിച്ചു, ഒന്ന് ചെയ്തു, നാളെയും മറ്റന്നാളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഓരോരോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചും തരും കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാമല്ലോ. നിങ്ങൾ പോവാത്തവരാണെങ്കിൽ ഈ ക്ലാസ് കണ്ട് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. എങ്ങനെയാണ് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും പറയണം കേട്ടോ. ഞാനത് തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ. ഞാൻ ക്ലാസ്സിന് പോകുന്നതും ക്ലാസ്സിൽ പോയിണ്ടായ സംഭവങ്ങളും തിരിച്ചു വന്ന് ഞാൻ ചെയ്യുന്നതും എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നതും ഒക്കെ എനിക്ക് ഇഷ്ടം കൊണ്ടാട്ടോ. നിങ്ങളും അത് പഠിച്ചിരിക്കണം എന്ന് വിചാരിച്ചിട്ട്. താല്പര്യമുള്ളവർ എത്രയോ ആളുണ്ട്. എൻ്റെ യൂട്യൂബ് കുടുംബത്തിൽ 3/4 ആൾക്കാർ കൃഷിയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനത് ഉടനെ തന്നെ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.